നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ തക്കാളിക്ക കറിയാണ്. നമ്മളെപ്പോഴും ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു ഒഴിച്ചുകറിക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. സൈഡിലൊരു തോരനോ മെഴുക്ക് പുരട്ടിയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്നൊരു സമയത്ത് പെട്ടെന്ന് റെഡിയാക്കിയിരിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ സവാളയുടെ ബാക്കി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് താളിക്കാനായിട്ട് കടുകും കറിവേപ്പിലയും ഈ സവാളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. വറ്റൽമുളകും വേണം. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും വേണം. നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ മിക്സിയിലേക്ക് നമ്മുടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് ചേർക്കാം. നമുക്കിത് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ ജസ്റ്റ് ഇതൊന്ന് അരച്ചിട്ട് അതിനുശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇങ്ങനെ പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ട് കറക്കിയിട്ട് അതിനുശേഷം അതിൽ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നത്. അങ്ങനെ അരച്ചാൽ നമുക്ക് തേങ്ങയൊക്കെ എപ്പോഴും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വഴട്ടുന്നൊന്നുമില്ല കേട്ടോ, നേരെ അങ്ങനെ ചേർക്കുകയാണ്. ഇനി കറിവേപ്പില ചേർക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് വേണേൽ ചേർക്കാൻ, അപ്പോഴേ ഫ്ലേവറൊക്കെ കറിയിൽ ഇറങ്ങും. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പച്ചമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയേ, പച്ചമുളകാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണം, എങ്കിലേ ഇത് കറക്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളം എല്ലാം കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന്. ഇത് വെന്ത് നമ്മുടെ തക്കാളിയൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാൻ പറ്റണം ഇതിൽ. അതാണ് ഈ കറിയുടെ പാകം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാനിതൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണേ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് കറിയിൽ കുറച്ച് തക്കാളി കടിക്കാൻ കിട്ടിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മിക്സിയിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒട്ടും വേസ്റ്റ് ആവില്ല, നമുക്ക് കറിക്ക് കുറച്ചുകൂടെ ഗ്രേവിയും കിട്ടും. ഇപ്പോൾ ഇതിൽ ബാക്കിയുള്ള അരപ്പും കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതും ഈ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അരപ്പും ചേർത്തിട്ടുണ്ട്. അരപ്പൊക്കെ ഉപ്പിടാതാണ് നമ്മൾ അരച്ചേക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തായാലും ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാനപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ കറിയിലൊക്കെ കുറച്ചുകൂടെ കറിവേപ്പില വന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിവേപ്പിലയുടെ അളവ് കൂടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേ വേണ്ടുള്ളൂ. ഒരുപാടങ്ങ് തിളച്ച് കുറുകിയൊന്നും വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും.
നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കടുകൊക്കെ താളിക്കാൻ എപ്പോഴും ടേസ്റ്റ് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കണേ. ഞാനിപ്പോൾ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഈ കറിയിലേക്ക് നമ്മുടെ ഈ താളിപ്പ് ഒഴിക്കാം. നമ്മൾ കറിയിലൊക്കെ എപ്പോഴും ഏത് കറിയിലായാലും ഇങ്ങനെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതൊന്ന് മൂടി വെക്കണം. ഇതങ്ങനെ ഇളക്കാൻ പാടില്ല. ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നേ അത് ഇളക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മുടെ ആ കറിവേപ്പിലയുടെയും നമ്മുടെ വറ്റൽമുളകിൻ്റെയും എണ്ണയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇങ്ങനെയുള്ള ഈ നാടൻ കറികളിലൊക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോഴേ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയി കഴിഞ്ഞു. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിതിൽ ജീരകത്തിന് പകരം പെരുംജീരകം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ 2 രീതിയിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും പിന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ.